പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണപ്പാടം കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം സംസാരിക്കാം എന്നാണ് കരുതുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച മണപ്പാടം കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ആരോപണങ്ങളും കുപ്രചരണങ്ങളും അതുപോലെ തന്നെ കഥകളുമൊക്കെ ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ പല പ്രചരണങ്ങളും ഒരു വശത്തോടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിശോധിച്ച് വസ്തുതാപരമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഉള്ള കാര്യമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം LDF സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയും പഞ്ചായത്ത് ഉപരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവച്ചപ്പോൾ അതിനിടയിൽ പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ UDFൻ്റെ ഭരണസമിതി വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്ക് അനുമതി കൊടുക്കാൻ കഴിയുക? അപ്പോൾ ഇത് മുമ്പുള്ള ഭരണസമിതി അനുമതി കൊടുത്തിട്ട് അങ്ങോട്ട് പോയതല്ലേ, ഇപ്പോൾ നിങ്ങൾ ഭരണത്തിലില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ, ഞാൻ ആ സുഹൃത്തുക്കളെ കുറ്റം പറയുകയല്ല, ആശങ്കയാണ്. അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ഒരു സംശയവും ആശങ്കയും ഇടതുപക്ഷത്തെ ക്രിയാത്മകമായി വിമർശിക്കുന്ന സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആശങ്ക അകറ്റുക എന്നുള്ളതും ഈ കാര്യത്തിൻ്റെ വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ പറയുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതാപരമായി നടത്തിയ അന്വേഷണങ്ങളുടെ പരിശോധനകളുടെ ഒക്കെ ഒരു ചുരുങ്ങിയ രൂപം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത്. നമുക്കിതിൻ്റെ നാൾവഴികളൊന്ന് പരിശോധിച്ച് പോകാം. ഇതിൽ മണപ്പാടം കോറി അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് പുതുക്കോട് പഞ്ചായത്തിലെ മണപ്പാടം പ്രദേശത്ത് ഈ കോറി ഇവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയാണ് പുതുക്കോട് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ അപേക്ഷ ലഭിക്കുന്നത് 28/6/2025 അതായത് 2025 ജൂൺ മാസം 28-ാം തീയതിയാണ് മണപ്പാടം കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പഞ്ചായത്ത് ലഭിക്കുന്നത്. അപ്പോൾ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് ഇടതുപക്ഷത്തിന് തന്നെയുണ്ട്. ജനജീവിതത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നമായാലും അതിന് കൃത്യമായ നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിൽ അസന്നിഗ്ധമായ തീരുമാനം അന്നെടുക്കുകയുണ്ടായി. ആ തീരുമാനമെടുക്കുന്നത് 28/6/2025 ഈ കോറി തുടങ്ങണം എന്ന് പറഞ്ഞ് അപേക്ഷ ലഭിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കാതെ കൃത്യം 9 ദിവസം കഴിഞ്ഞ് LDF ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി അന്ന് യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൻ്റെ ഡേറ്റ് 7/7/2025. അതായത് കോറി തുടങ്ങണം എന്ന് പറഞ്ഞ് അപേക്ഷ ലഭിച്ച് 9ാമത്തെ ദിവസം 7-ാം മാസം 7-ാം തീയതി 2025 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുകയുണ്ടായി. ആ യോഗം ചേർന്നിട്ട് ആ യോഗത്തിൽ 8/1 നമ്പർ കൊണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 8/1 നമ്പർ തീരുമാനം ഈ മണപ്പാടം പ്രദേശത്ത് കോറി തുടങ്ങണം എന്ന് പറഞ്ഞ് ലഭിച്ച അപേക്ഷ ആ കോറി അനുവദിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു സംശയവുമില്ലാതെ തന്നെ ആ തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കോറിയുടെ അപേക്ഷ ആദ്യം ലഭിക്കുന്നത് 28/6/2025 ജൂൺ മാസത്തിൽ അപേക്ഷ ലഭിക്കുന്നു. 7/7/2025 പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുകയും 8/1 നമ്പർ തീരുമാനമായി ഈ കോറി അനുവദിക്കേണ്ടതില്ല എന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശേഷം കോറി തുടങ്ങണം എന്ന് ആവശ്യമുന്നയിച്ച ഉടമ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്
അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് സമർപ്പിക്കുകയുണ്ടായി. കേസ് നമ്പർ 47/78/9/2025, അതായത് 47,789/2025 നമ്പർ കേസായിട്ട് നമ്മുടെ മണപ്പാടത്തുള്ള കോറി ഉടമ പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, ലൈസൻസ് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കോടതി ഇടപെട്ട് അനുമതി തരണം എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ്. അപ്പോൾ കോടതിയിൽ കേസിന് പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണപ്പാടത്ത് കോറി തുടങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞ് 7/7/2025 അന്നത്തെ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്പർ 1. അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടാണ് കോറി ഉടമകൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇവർ അനുവാദം തരുന്നില്ല, അതുകൊണ്ട് കോടതി ഇടപെട്ട് ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ 2025 തന്നെ കേസ് കൊടുക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്താൽ നമുക്കറിയാം. അങ്ങനെ കേസ് കൊടുക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആരംഭത്തിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ മണപ്പാടം പ്രദേശത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അവർ അന്ന് പ്രചരിപ്പിച്ചത്, ഇടതുപക്ഷം പഞ്ചായത്ത് ഭരണസമിതി മണപ്പാടത്ത് കോറി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രദേശത്ത് മണപ്പാടം, മലങ്കാട് കോറി തുടങ്ങും, അതുകൊണ്ട് ഞങ്ങളെ അധികാരത്തിലെത്തിക്കണം. ആരെ? കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഈ കോറി ഇവിടെ തുടങ്ങില്ല എന്ന് പറഞ്ഞവർ വ്യാപകമായി രാഷ്ട്രീയ പ്രചരണം നടത്തി. അങ്ങനെ വ്യാപകമായി രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച ഒരു സാധനം, CSR ഫണ്ടിൻ്റെ ഒരു കത്ത് എന്നുള്ള രീതിക്ക് 50 ലക്ഷം രൂപ CPIM ഈ കോറി ഉടമകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രചരണം നടത്തിയത്. ഞാൻ ഈ CSR ഫണ്ടിൻ്റെ അതിലേക്ക് വരാം. അങ്ങനെ ഇലക്ഷൻ കാലത്ത് ഇവർ പ്രചരണം നടത്തി. അപ്പോൾ ഈ കോറി ഉടമകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമായിരിക്കില്ല എടുക്കുക എന്നുള്ള ഒരു ഉറപ്പ് ഈ കോറി തുടങ്ങാനുള്ള ആരംഭിച്ചിട്ടുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ 50 ലക്ഷം രൂപ സ്വാഭാവികമായിട്ടും അവർ CPIMന് നൽകാൻ ആവില്ല എന്നുള്ളതാണ്. CSR ഫണ്ടിൻ്റെ ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്ന് പുതുക്കോട് പഞ്ചായത്ത് ഭരിക്കരുത് എന്ന് ആഗ്രഹമുള്ള ആളുകളിൽ ഒരു ഭാഗത്ത് ഈ കോറി ഉടമകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഇവർക്ക് ഇവിടെ കോറി തുടങ്ങാൻ കഴിയില്ല എന്നുള്ള നല്ല നിശ്ചയദാർഢ്യം ഈ കോറി ആരംഭിക്കുന്ന ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പാർട്ടിയെയും ഇതേപോലെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾക്ക് കോറി തുടങ്ങാനുള്ള ഇവിടെ തുടങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒരു സംശയവുമില്ലാതെ തന്നെ CPIM ഈ പറഞ്ഞ കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു കോറിയും ഈ പറഞ്ഞ ജനവാസ മേഖലയിൽ തുടങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കാലത്ത് തങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് ഈ കോറി വിഷയത്തെ അന്ന് പ്രചരിപ്പിച്ച കോൺഗ്രസ്, അതുപോലെ തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ, ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ കോറി തുടങ്ങില്ല എന്നാണ്. പക്ഷേ കോറി ഉടമകൾ ഇലക്ഷൻ കാലത്ത് ആരെയാണ് സ്വാഭാവികമായി സഹായിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മുടെ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാൻ പറ്റും. ആരെയായിരിക്കും സഹായിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് കോറി തുടങ്ങാൻ പറ്റില്ല എന്ന് നല്ല നിശ്ചയദാർഢ്യം ഈ പറഞ്ഞ സംരംഭകർക്ക് ഉണ്ടാവും. സ്വാഭാവികമായും ഇടതുപക്ഷം അല്ലാത്ത ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വരണമെന്നും അത്തരക്കാരെ സഹായിക്കുകയാണ് തങ്ങൾക്ക് ഉചിതമായ കാര്യമെന്നും സ്വാഭാവികമായി ഏതൊരാൾക്കും തോന്നാം. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കാലത്ത് ഈ പറഞ്ഞതുപോലെ CPIMന് ഇവരെങ്ങനെയാണ് ഫണ്ട് കൊടുക്കുക? അങ്ങനെ 1 രൂപ പോലും CPIM എന്ന് പറയുന്ന പാർട്ടി ഈ പറഞ്ഞ കോറി ഉടമകളിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ ആളുകൾ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഇന്ന ആള് പൈസ വാങ്ങി എന്നുള്ള കാര്യം അവർ പുറത്തു വിടട്ടെ. CPIM എന്ന് പറയുന്ന പാർട്ടി അസന്നിഗ്ധമായി അന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരത്തിലൊരു കോറി നമ്മുടെ പ്രദേശത്ത് വരേണ്ടതില്ല എന്നുള്ളതാണ്.
അത് ഭരണസമിതിയും ഈ പറഞ്ഞതുപോലെ ഈ അപേക്ഷ ലഭിച്ച് 9ാമത്തെ ദിവസം ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ ജനങ്ങൾ ഊഹിക്കാവുന്ന ഒരു കാര്യം, ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ആരാണോ നടത്തുന്നത് അത്തരക്കാരെയാണ് ഇവർ സഹായിക്കുക. കാരണം അവർ അധികാരത്തിൽ കയറിയാൽ മാത്രമേ തങ്ങൾക്ക് കോറി തുടങ്ങാൻ പറ്റൂ എന്നും അവർക്ക് അനുകൂലമായ തീരുമാനം ആരാണോ എടുക്കുക അത്തരക്കാരെയാണ് അവർ സ്വാഭാവികമായി സഹായിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ CSR ഫണ്ടിലേക്ക് വരാം. CSR ഫണ്ടിൻ്റെ ഒരു കടലാസാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. ആ കത്ത് ആ കത്ത് വിശദമായി വായിച്ചു കഴിഞ്ഞാൽ ആ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൻ്റെ പ്രവർത്തകർ ആരോപിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അന്നത്തെ ഹസീന ടീച്ചർ 50 ലക്ഷം ഇവരോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. ആ കത്ത് വായിച്ച ആളുകൾക്കറിയാം, ആ കത്തിൽ അഭ്യർത്ഥിക്കുന്നു എന്നുള്ളൊരു വാക്കില്ല. ആ കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കത്തിൽ CSR ഫണ്ടിനെ കുറിച്ചും നമുക്കറിയാം. കാരണം CSR ഫണ്ട് ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല വരിക, CPIഎമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ല വരിക, പഞ്ചായത്ത് ഭരണസമിതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ല 50 ലക്ഷം വരിക. ആ CSR ഫണ്ട് വരിക ജില്ലാ കളക്ടർ അക്കൗണ്ടിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും മറ്റുള്ള അതിൻ്റെ കസ്റ്റോഡിയനും ഒക്കെ ജില്ലാ കളക്ടറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ CSR ഫണ്ടിലേക്ക് പൈസ കൊടുത്താൽ നമുക്ക് ഇവിടെ എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ അത് തെറ്റായ ധാരണയാണ്. പിന്നെ ആ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്ന കത്തിൽ പൈസ ആവശ്യപ്പെട്ടു എന്നാണ് UDFൻ്റെ പ്രവർത്തകരും മറ്റുള്ള ആളുകളും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ കത്തിൽ എന്താണ് പറയുന്നത്? 50 ലക്ഷം രൂപ ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാചകം. തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും തരണം എന്ന് പറയുന്നതും അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നതും വാക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ കത്തിൽ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ CSR ഫണ്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ കത്ത്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതിയോട് ഒരു സംരംഭകർ വന്നിട്ട് ഞങ്ങൾ CSR ഫണ്ടിലേക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. CSR ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം ഔദ്യോഗികമായി ഇന്ന ആൾ ഇന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ആ കത്തിലുള്ളൂ. അല്ലാതെ ആ കത്ത് ആധികാരികമായി കോറി തുടങ്ങാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം വാങ്ങുന്നതിനോ ഉള്ള ഒരു ഉപാധിയെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇലക്ഷൻ കാലത്ത് UDFൻ്റെ പ്രവർത്തകർ കുപ്രചരണത്തിന് നടത്തിയ ഒരു ഏട് മാത്രമാണ് ആ CSR ഫണ്ടിൻ്റെ കത്ത്. അപ്പോൾ ആ കത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ കോറി ഇവർക്ക് നിർബാധമായി തുടരാം എന്ന് അതിന് അർത്ഥമില്ല. അതുകൊണ്ട് ആ ഒരു കത്തിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 50 ലക്ഷം രൂപ CPM വാങ്ങി എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ചിന്താശേഷിയുള്ളവർക്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് അത് വിശ്വസിക്കാനോ വിശ്വാസത്തിലെടുക്കാനോ പറ്റില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ കത്തിലും ധാരാളം അവ്യക്തതകളുണ്ട്. ആ കത്ത് പരിശോധിച്ചു. ആ കത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡേറ്റ് എന്നുള്ളതില്ല. ഞാനിവിടെ ഡേറ്റുകൾ കോട്ട് ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. ആ കത്തിൽ ഡേറ്റ് ഇല്ല. അപ്പോൾ എന്നാണ് ഇവരിപ്പോൾ ഇത് പറഞ്ഞത്, എന്തിനാണ് എപ്പോഴാണ് ഇവരിത് പറഞ്ഞത് എന്ന് ആ കത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ കത്ത് ഒരു ആധികാരിക രേഖയായിട്ട് പരിഗണിക്കാൻ നമ്മുടെ വസ്തുതാപരമായ പരിശോധനയിൽ പറ്റില്ല. കത്തിൽ ധാരാളം അവ്യക്തതയുണ്ട്. അതുപോലെ തന്നെ അത് ആ കത്തിൽ പ്രേക്ഷിത എന്നുള്ളവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നും സ്വീകർത്താവ് എന്നുള്ളവിടെ ഈ കോറി ഉടമയുടെ പേരുമാണ്. അപ്പോൾ ഈ കത്ത് ആർക്കയച്ചതാണ്? അതിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വാചകം. അപ്പോൾ ഈ തരാമെന്ന് പറഞ്ഞ ആൾക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കത്ത് അയക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ആ കത്ത് നമ്മുടെ വസ്തുതാപരമായ പരിശോധനയ്ക്ക് സാധൂകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ കത്തിൻ്റെ ടോപ്പിക്ക് അവിടെ വിടുകയാണ്. കാരണം അതിൽ ഡേറ്റ് ഇല്ല. പിന്നെ ആ കത്ത് എന്തിനാണ്? അത് തരാമെന്ന് പറഞ്ഞ ആൾക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൊണ്ട് കത്തയക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ അവ്യക്തമായ ഒരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊരു കത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ കത്ത് അവ്യക്തമാണ്. അത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കത്തിൽ ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിശോധനയ്ക്ക് ഡേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഈ കോറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ അതിനെ പരിഗണിക്കാൻ പറ്റിയ വസ്തുതാപരമായ ഒരു തെളിവല്ല എന്നുള്ളത്
നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഇലക്ഷൻ കാലം കഴിയുകയാണ്. ഇലക്ഷൻ ഇവർ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. ഇലക്ഷൻ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഓരോ ഉടമകളും തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവർ കൊടുക്കുക, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾക്കാണ്. ഒരു കാര്യം ഉറപ്പായി പറയാം, CPIM എന്ന് പറയുന്ന പാർട്ടി ഈ ആരംഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആരംഭിച്ചേക്കാം എന്ന്, അത് ഇലക്ഷൻ കാലം വരെ ആരംഭിച്ചിട്ടില്ല, നിരാകരിച്ചിരിക്കുകയാണ്, അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ആരംഭിച്ചേക്കാം എന്ന് പറയുന്ന ഒരു കോരിക്കാരുടെ കയ്യിൽ നിന്നും 1 രൂപ കൈപ്പറ്റിയിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യത്തിൽ വ്യക്തമായി. അങ്ങനെ ഇലക്ഷൻ കാലം വരികയാണ്. അങ്ങനെ ഇലക്ഷൻ കാലം വന്ന് ഈ പറഞ്ഞതുപോലെ UDFന്റെ കുപ്രചരണങ്ങളിൽ ഒക്കെ ആളുകൾ വീണിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നു. ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം 2026 ജനുവരി 27-ന് ഒരു ഭരണസമിതിയുടെ യോഗം പഞ്ചായത്തിൽ ചേരുകയാണ്. ആ പഞ്ചായത്ത് യോഗത്തിൻ്റെ അജണ്ട കോറി വിഷയമായിരുന്നു. കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2026 ജനുവരി 21-ന് കേരള ഹൈക്കോടതി മേൽപ്പറഞ്ഞ കോറിക്ക് 15 ദിവസത്തിനകം ലൈസൻസ് അനുവദിക്കണം എന്ന് പറഞ്ഞ് അനുവദിക്കണം. അതിന് കഴിയില്ലെങ്കിൽ അതിൻ്റെ കാരണം 14 ദിവസത്തിനകം ബോധിപ്പിക്കണം എന്ന് അറിയിച്ച് സെക്രട്ടറിക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. എപ്പോൾ? ജനുവരി 21-ന് 2026 ജനുവരി 21-ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ പ്രസ്തുത കോറിക്ക് അനുമതി, ലൈസൻസ് 15 ദിവസത്തിനുള്ള അനുവദിക്കണം. ഇനി ലൈസൻസ് അനുവദിച്ചില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്, എന്താണ് അവിടെ ലൈസൻസ് അനുവദിക്ക് തടസ്സം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ 14 ദിവസത്തിനകം അറിയിക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടറിക്ക് ഒരു കത്തയക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ജനുവരി മാസത്തിലും കോറിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ആ കത്ത് അജണ്ട വെച്ച് പുതുക്കോട് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 21-ാം തീയതി കത്ത് വന്നിട്ട് 27-ാം തീയതി യോഗം ചേരുകയാണ്. അടിയന്തര കത്താണ്. നമ്മുടെ പ്രദേശത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോടതി 21-ാം തീയതി അയച്ച കത്ത് യോഗം ചേരുന്നത് ജനുവരി 27-നാണ്. 6 ദിവസം പിന്നിട്ടു. കാരണം 14 ദിവസത്തിനകം അവിടെ മറുപടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ആരാണ് വൈകിപ്പിച്ചത് എന്നുള്ളത് പരിശോധിക്കട്ടെ. പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയം 6 ദിവസം കഴിഞ്ഞിട്ടാണ് ചർച്ച എടുക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ആ ലൈസൻസ് അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കണമെന്ന് വളരെ ശക്തമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി പറയുകയുണ്ടായി. ഈ കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ കത്തയച്ചാൽ അതിന് കോറി തുടങ്ങരുത്, അത് അനുവദിക്കേണ്ടതില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കണം. എപ്പോൾ? 14 ദിവസത്തിനകം. അപ്പം തന്നെ 6 ദിവസം വൈകി. 14 ദിവസത്തിനകം കോടതിയെ അറിയിക്കണമെന്നും ഇത് ജനവാസ മേഖലയാണെന്നും അവിടെ അംഗൻവാടി ഉൾപ്പെടെയുള്ളത് അടുത്തുണ്ട് എന്നും ആളുകൾ താമസിക്കുന്നതാണ് എന്നും അവിടുത്തെ കൃഷിക്ക് ഈ പറഞ്ഞതുപോലെ റബ്ബർ കർഷകർക്കും അതുപോലെ മറ്റുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കും ഇത് അപകടമാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുകയും അതോടൊപ്പം ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നുകൂടി അന്നത്തെ ഭരണസമിതി യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ യോഗത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അത് അങ്ങനെ എടുക്കാം, നമുക്ക് അങ്ങനെ തീരുമാനമെടുക്കാം, വളരെ അനുകൂലമായ ഈ പറഞ്ഞതുപോലെയുള്ള നിലപാട് അവിടെ എല്ലാവരും അങ്ങനെ എടുക്കാം എന്ന് വാക്കാൽ പറയുകയും അങ്ങനെ ആ ഭരണസമിതി യോഗം പിരിയുകയും ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായി വിചാരിക്കുക എന്താ, ഭരണസമിതി യോഗത്തിൽ ഒരു തീരുമാനം എടുത്തല്ലോ, ഈ കോറി അനുവദിക്കേണ്ടതില്ല, നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 27/1/2026 ഭരണസമിതി ചേർന്നപ്പോൾ തൊട്ട് പിറ്റേ ദിവസം 28/1/2026 ആ കോറിക്ക് ലൈസൻസ് അനുവദിച്ചുകൊണ്ട് സെക്രട്ടറി ഓർഡർ ഇടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 27-ന് വേണ്ടാന്ന് ഞങ്ങളെല്ലാവരും പറയുകയും 28-ന് എന്നാ അങ്ങനെ ചെയ്യാമെന്ന് ബോർഡിൽ പറയുകയും 28-ന് സെക്രട്ടറി ലൈസൻസ് അനുവദിക്കുക. അത് എപ്പോഴേക്കാ? 5 വർഷക്കാലത്തേക്ക്.
5 വർഷക്കാലത്തേക്കാണ് ആ ലൈസൻസ് അനുവദിക്കുന്നത്. 2030 മാർച്ച് 1 വരെ മണപ്പാടത്ത് കരിങ്കല്ലോ എന്താ പൊട്ടിച്ചോളാൻ ഓർഡർ കൊടുത്തിരിക്കുക പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ ഒരു ഓർഡർ എടുക്കുമ്പോൾ പ്രസിഡന്റ് അറിയാതിരിക്കുമോ? പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അറിയാതെ പഞ്ചായത്ത് തലേ ദിവസം ചേർന്ന യോഗത്തിൽ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് തൊട്ട് പിറ്റേ ദിവസം 5 വർഷത്തേക്ക് 2030 മാർച്ച് 1 വരെ അവിടെ കോറി പ്രവർത്തിക്കാൻ ലൈസൻസ് കൊടുത്താൽ നമ്മുടെ നാട്ടിൽ മറ്റു കോറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജനവാസ മേഖലകളിലല്ല, വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ, ജനപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് അഡമൻ്റായിട്ടുള്ള ഒരു തീരുമാനമില്ല. എന്ന് വെച്ചാൽ കോറിയേ പാടില്ല ഈ ഭൂമിയിൽ എന്നല്ല. നമുക്ക് കല്ല് വേണം, വികസന പ്രവർത്തനങ്ങൾ നടത്തണം, റോഡ് വേണം, കെട്ടിടങ്ങൾ കെട്ടണം, കല്ല് വേണം. പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തിനകത്ത് ഈ ഖനനം പാടില്ല എന്ന് തന്നെയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി 27-ന് വേണ്ടെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറയുകയും 28-ാം തീയതി സെക്രട്ടറി 5 വർഷക്കാലത്തേക്ക് അനുമതി കൊടുക്കുക. നമ്മുടെ ഈ ചുറ്റുപാട് കണ്ണമ്പ്ര, വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, ആലത്തൂർ, ഈ പഴയന്നൂർ പ്രദേശങ്ങൾക്കകത്ത് കോറിയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കോറിക്ക് 5 വർഷം അനുമതി ഉണ്ടോ? 1 വർഷം അനുമതിയാണ് കൊടുക്കാറ്. ചുരുങ്ങിയത് തീരെ നിവൃത്തിയില്ലെങ്കിൽ 1 വർഷക്കാലത്തേക്ക് അനുമതി കൊടുക്കും. തീരെ നിവൃത്തിയില്ലെങ്കിൽ ആ 1 വർഷക്കാലം അവർ പ്രവർത്തിക്കും. അത് ജനജീവിതത്തിന് ദുസ്സഹമാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കും. കാരണം 1 വർഷം സമയമുള്ളൂ. ഇവിടെ സംയുക്ത സമരസമിതി മണപ്പാടത്ത് കോറിക്കാരുമായി സംസാരിക്കാൻ പോയല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പതുക്കെയാണ് പൊട്ടിക്കുള്ളൂ, 5 വർഷം സമയമുണ്ട് ധാരാളം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡിലേക്ക് അവരെത്താൻ കാരണം എന്താ? 5 വർഷത്തേക്ക് ലൈസൻസ് നിർബാധം കൊടുത്തിരിക്കുക. അത് കർശനമായി 27-ാം തീയതി ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും ഒക്കെ ഈ ലൈസൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞ സാധനത്തിന് 5 വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തത് UDFന്റെ ഭരണസമിതിയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത് ഇരട്ടത്താപ്പാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. കാരണം തലേ ദിവസം ശരി എന്ന് പറയുകയും തീരുമാനമെടുക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പ് എന്നല്ലേ പറയേണ്ടത്. അതും 5 വർഷത്തേക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി ഈ പറഞ്ഞതുപോലെ അധികാരത്തിൽ കയറി പിറ്റേ ദിവസം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഡേറ്റ് പരിശോധിക്കുക. സെക്രട്ടറി കോറിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് 28/1/26-ന്. അതിൻ്റെ അനുവദിച്ചുകൊണ്ടുള്ള ഓർഡറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണമെങ്കിൽ. ഞാനിപ്പോൾ അത് ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്, പ്രിൻ്റ് എടുത്തിട്ടില്ല എന്നുള്ളൂ. ആവശ്യമുള്ള ആളുകൾക്ക് അത് അയച്ചു തരും. 28/1/2026-ന് സെക്രട്ടറി 5 വർഷത്തേക്ക് 2030 മാർച്ച് 1 വരെ കോറി പ്രവർത്തിച്ചോളാൻ ഓർഡർ ഇട്ടുകൊണ്ട് കത്തയച്ചു. തൊട്ടടുത്ത ഭരണസമിതിയിൽ നമ്മളിത് ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് 5 വർഷത്തേക്ക് നിങ്ങൾ ലൈസൻസ് കൊടുത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ 50,000 രൂപ അവർ കെട്ടിവെച്ചു. 5 വർഷത്തേക്കുള്ള ഫീസ് അവർ കെട്ടിവെച്ചു എന്നാണ്. 5 വർഷത്തേക്കുള്ള ഫീസ് അവർ വേണമെങ്കിൽ 50 വർഷത്തേക്കുള്ള ഫീസ് 50 ലക്ഷം വേണമെങ്കിൽ കെട്ടിവെക്കും. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞത് അനുവദിക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമായ കാര്യം, ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്ന് അവിടെ തന്നെ ഞങ്ങൾ ചോദിച്ചു. ഇതേപോലെ തന്നെയാണ് ചോദിച്ചത്. 50 ലക്ഷം അവർ വേണമെങ്കിൽ കെട്ടിവെക്കും, 50,000 അല്ല എന്ന് പറഞ്ഞ് ഈ തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് ഈ ഫീസ് വാങ്ങിയത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. 28-ാം തീയതി 28/1/2026-ന് ലഭിച്ച ഇതിന് ഫീസ് അടച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെയാണ്. അല്ലാണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ല ഫീസ് അടയ്ക്കേണ്ടത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച കാര്യത്തിന് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ ആ ഒരു തെറ്റിദ്ധാരണ കൂടി ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. കോറി തുടങ്ങട്ടെ എന്ന് ചോദിച്ച് അനുമതി ലഭിച്ചു. 9-ാം ദിവസം തുടങ്ങേണ്ടതില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടു. ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താണ് ഉണ്ടായത് നോക്കാം. UDF ഭരണസമിതി ഭരിക്കുമ്പോൾ അവർക്ക് പറ്റിയ വീഴ്ച എന്താണെന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ. ജനുവരി 21-ന് 2026 ജനുവരി 21-ന് ഹൈക്കോടതി പറഞ്ഞു, ഒരു കത്തയച്ചല്ലോ സെക്രട്ടറിക്ക്. ആ കത്തയച്ച് 14 ദിവസത്തിനകം കോടതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ള കാരണത്തിന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാലേ ബോധിപ്പിക്കണ്ടു.
കോടതി പറഞ്ഞത് നിങ്ങൾ ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇന്ന കാരണം കൊണ്ട് കൊടുത്തില്ല, അത് പറയണ്ട അവിടെ. പക്ഷേ ഇവിടെ അനുവദിച്ചില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുള്ളൂ. ഇവർ അനുവദിച്ചു കഴിഞ്ഞു 28-ാം തീയതി. 28-ാം തീയതി ഇത് അനുവദിച്ചാൽ ഈ പറഞ്ഞ 21-ാം തീയതി ഹൈക്കോടതി കത്തയച്ചിട്ട് 15 ദിവസം ആവുന്നതിന് മുമ്പ് കോറിക്ക് അനുമതി കൊടുത്തു. അനുമതി കൊടുത്താൽ പിന്നെ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് കോടതി ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ 15 ദിവസം വരെ ആ വിധി അതിനെതിരെ അപ്പീൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര പ്രധാനപ്പെട്ട ഒരു ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ 15 ദിവസത്തിനകം അപ്പീൽ പോകണ്ട. അപ്പോൾ സെക്രട്ടറി ഇങ്ങനെ ഒരു ഓർഡർ ഇട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട. പിന്നെ പ്രസിഡന്റ് അറിയാതെയാണോ സെക്രട്ടറി കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് സെക്രട്ടറി ആണോ പ്രസിഡന്റ് ആണോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് വരും. പഞ്ചായത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൽ പഞ്ചായത്തിൻ്റെ അധികാരി പ്രസിഡന്റാണ്. സെക്രട്ടറി അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടോ? പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനത്തെ നിയമവിധേയമാക്കുകയും അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്ത് അതിൻ്റേതായ വഴിക്ക് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ ജോലി. പക്ഷെ ഇവിടെ ചെയ്തത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു തീരുമാനത്തോട് യോജിക്കുകയും നേർ വിപരീതമായി 5 വർഷത്തേക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്തത് സെക്രട്ടറിയുടെ തീരുമാനമാണ്. അപ്പോൾ പഞ്ചായത്ത് ഭരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ സെക്രട്ടറിയാണോ ചുമതലപ്പെടുത്തിയത്? അല്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായി പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിച്ചവർ നിരുത്തരവാദിത്തപരമായി ഇടപെട്ടത് മൂലമാണ് ഇവിടെ ഈ കോറി ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഇവർ അപ്പീൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ലൈസൻസ് അനുവദിച്ചിട്ട് അത് മറച്ചു വെച്ചു. ലൈസൻസ് അനുവദിച്ചത് പറഞ്ഞില്ലല്ലോ, സെക്രട്ടറിയും പറഞ്ഞില്ല. അല്ല, നമ്മളടുത്ത് ഈ പറഞ്ഞ പോലെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് നമ്മളെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളത് അറിയണം, ഇതിൽ പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ അറിയണത് ലൈസൻസ് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത് കൊടുക്കരുത് എന്ന് പറയുകയും ശരി കൊടുക്കില്ല നമുക്ക് അങ്ങനെ തീരുമാനിക്കാമെന്ന് പറയുകയും പിറ്റേ ദിവസം 5 വർഷത്തേക്ക് ഈ സെക്രട്ടറി ലൈസൻസ് കൊടുക്കുക. ഇത് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഴയ ഭരണസമിതിയുടെ തലയിൽ വെക്കാൻ നോക്കുക. എന്ത് ധാർമ്മികതയുള്ളത്? ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ അറിയാതെ പറയാതെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആ കോറിയെ അനുകൂലിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധാരണയ്ക്കകപ്പെട്ടത് പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിചാരിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ വിശദീകരിക്കുന്നത്. UDFൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് ഈ കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് അപ്പോൾ ഒരു സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ, ഈ തലേ ദിവസം അതായത് 2 ദിവസം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ? 28/6/2025 കോറിക്ക് അപേക്ഷ കൊടുത്തു. LDFൻ്റെ ഭരണസമിതി കാലത്ത് 9 ദിവസം കഴിഞ്ഞ് 7/7/2025 അന്നത്തെ LDF ഭരണസമിതി അത് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. തീരുമാനിച്ചുകൊണ്ട് അവർ കോടതി പോയത്. LDFൻ്റെ ഭരണസമിതി ആ കോടതി പോയിട്ട് പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഈ UDFൻ്റെ ഭരണസമിതിയുടെ കാലത്താണ്. 28/1/26 തീരുമാനം. 28/1/2026 അന്ന തീരുമാനം കൊടുക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ മറ്റേ ഹസീന ടീച്ചർ പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതി ആണോ അത് കൊടുത്ത്? നിങ്ങളിത് പരിശോധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇതാണ് വസ്തുത. അത് നമ്മൾ വെറുതെ നവമാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതയല്ലാതാവില്ല. അപ്പം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 2020 നമ്മൾ അതിനുശേഷമുള്ള നിരന്തരമുള്ള പഞ്ചായത്ത് ബോർഡിൽ ഭരണസമിതിയിൽ ഈ വിഷയം അജണ്ട അല്ലെങ്കിൽ കൂടി എന്തായി തീരുമാനം, കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സ്റ്റെപ്പ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും അത് വക്കീലിനെ കാണണം, വക്കീലിനെ മാറ്റണം. വക്കീലിനെ മാറ്റൂ. അപ്പോൾ ആ ഭരണസമിതി കഴിഞ്ഞു, വക്കീലിനെ മാറ്റാം. ഭരണസമിതി കഴിഞ്ഞു, അടുത്ത ഭരണസമിതി വക്കീലിനെ മാറ്റൂ. അപ്പോൾ അവർ അത് നാളെ മറ്റന്നാൾ പിറ്റുന്ന ഇതാണ് നിലപാട്. എന്നിട്ട് അവസാനം ഈ പറഞ്ഞതുപോലെ 2026 ഫെബ്രുവരി 7 കോടതിയിൽ അപ്പീൽ കൊടുത്തത്. ഫെബ്രുവരി 7, അതായത് 28/1/26
28/1/26 കോറി തുടങ്ങാൻ അപേക്ഷ കൊടുത്തിട്ട് ഫെബ്രുവരി തൊട്ടടുത്ത മാസം ഫെബ്രുവരി 7-ാം തീയതിയാണ് അപ്പീൽ കൊടുക്കുന്നത്. അത്രയും സമയം വൈകി. കോടതിക്ക് മുമ്പാകെ 14 ദിവസത്തിനകം നിങ്ങൾ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ കാര്യം ബോധിപ്പിച്ചതേ ഇല്ല. കാരണം അത് ബോധിപ്പിക്കേണ്ട കാര്യം വന്നില്ല. കാരണം ലൈസൻസ് കൊടുത്തല്ലോ. ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ ബോധിപ്പിക്കാന്നാണോ കോടതി പറഞ്ഞത്? അപ്പോൾ അവിടെ കൃത്യമായ ലൂപ്പ് ഹോൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് കോറിക്ക് അനുമതി കൊടുത്തുന്നേ. UDF ഭരണസമിതിയുടെ അനുമതി കൊടുത്തു. നിങ്ങൾ തർക്കമൊന്നും പണ്ടെങ്കിൽ രേഖകൾ ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റുകൾ പരിശോധിച്ച് നമുക്ക് വസ്തുത മനസ്സിലാവുമല്ലോ. ഇതിൽ ഒറ്റ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശോധിക്കാം, ഇടതുപക്ഷം ഇതിലെന്ത് ചെയ്തു, എന്ത് നിലപാടാണ് സ്വീകരിച്ചത്. അതുകൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ഈ കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത നാൾവഴികൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. ഭരണപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 7/7/2025 ഭരണസമിതി യോഗം ചേർന്ന് 8/1 നമ്പർ തീരുമാനമെടുത്തു. ഈ കോറി അനുവദിക്കേണ്ടതില്ല. അതാണ് ഭരണപരമായ ഒരു തീരുമാനം. അന്ന് ആ തീരുമാനമെടുത്തു. അതിലൊരു സംശയം ആർക്കും വേണ്ട. അതാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപരമായി തീരുമാനമെടുത്തു. അതിനുശേഷം ഇലക്ഷൻ നടന്ന് ഭരണം മാറിയല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ സംയുക്ത സമരസമിതിയിൽ അവിടെ പങ്കെടുത്തു CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. സംയുക്ത സമരസമിതി സമരം നടത്താം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം ചേർന്ന് ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നു. അതാണ് അടുത്ത കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. കാരണം ഇത് ഒരു ജനകീയ പ്രശ്നമാണെന്നും ഇതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതുണ്ട് എന്നും ഇത്തരത്തിലൊരു കോറി ഇവിടെ പ്രവർത്തിക്കുന്നത് ജനജീവിതത്തിനെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംയുക്ത സമരസമിതിയിൽ മുന്നിൽ തന്നെ ആ സമരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി അവിടെ നിന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഉള്ള ഇടപെടലുകളെ നടത്താൻ പറ്റുള്ളൂ. കാരണം ഭരണത്തിലില്ലല്ലോ. ഭരണത്തിലുണ്ടെങ്കിലാണ് ഭരണപരമായ തീരുമാനം എടുക്കാൻ പറ്റുക. ആ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതുപോലെ എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പഞ്ചായത്തിൽ നിരന്തരം ഈ യോഗങ്ങൾ ചേരുമ്പോൾ ഈ കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണപ്പാടത്തെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ആ ഭരണസമിതി യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ അവസാനം ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ. പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നല്ലോ. എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നത്? ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഈ ഭരണസമിതി എടുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. അല്ലാണ്ട് അവിടെയുള്ള പഞ്ചായത്തിലെ ഇവരോടുള്ള ദേഷ്യം കൊണ്ടോ ഇതുകൊണ്ടൊന്നല്ല ഇറങ്ങിപ്പോകുന്നത്. അവർ പഞ്ചായത്തിൽ ജനകീയപരമായ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഈ പറഞ്ഞതുപോലെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. നമ്മൾ അവിടെ സംസാരിച്ച കാര്യങ്ങളിൽ യോജിക്കുകയും പിന്നീട് തീരുമാനം വരുമ്പോൾ നേരെ വിപരീത തീരുമാനം നടപ്പിലാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതൊരു ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. അപ്പോൾ ഇവിടെ ആരോ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇവർ ഭരണസമിതി യോഗത്തിൽ വന്ന് അത്ര നേരം ഇരുന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രഹസനമാണെന്നുകൊണ്ട്. അത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. ഇത് ജനാധിപത്യ ഭരണസമ്പ്രദായത്തിൽ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഞങ്ങളവിടെ രേഖപ്പെടുത്തി. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് അവിടെ ഇതാക്കി നിലപാട് അറിയിച്ചു. എന്നിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അത് ജനകീയപരമായ അതൊരു ജനാധിപത്യ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായ പ്രതിഷേധമാണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം 16/3/2026 ഈ കഴിഞ്ഞ ദിവസം 16-ാം തീയതി LDF പഞ്ചായത്ത് ഉപരോധവും ഈ പറഞ്ഞ പ്രതിഷേധ ധർണയും പരിപാടി നടത്തി. അപ്പോഴും ആളുകൾ പറഞ്ഞു ഇത് എന്താണ്, ഇത് ആളുകളെ ഈ പാർട്ടിയിൽ ഇതാക്കാൻ. അങ്ങനെയുള്ള പരിപാടിയല്ല. ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആളുകളെ ഇതാക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രതിഷേധവും അതുപോലെയുള്ള ധർണയും പഞ്ചായത്ത് ഉപരോധവും എല്ലാം ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെ രീതികളാണ്. അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപരമായ തീരുമാനമെടുക്കുകയും ഭരണത്തിലില്ലാത്തപ്പോൾ അതിൻ്റേതായ നിലപാടെടുക്കുകയും ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ മറ്റെല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്.
അത് തെറ്റിദ്ധാരണയ്ക്ക് അകപ്പെട്ടു പോയവർ ഇത് മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ സമരം അവിടെ തീരുന്നില്ല. ഇപ്പോൾ അന്നത്തെ പ്രതിഷേധം അതോടുകൂടി അവസാനിക്കുകയല്ല, അതോടുകൂടി കൈ കഴുകി ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോവുകയല്ല. അത് ഒരു നിരന്തരം ഈ പറഞ്ഞതുപോലെ നിയമപരമായ, അന്നവിടെ MLA സംസാരിച്ചല്ലോ, സുമോദേട്ടൻ സംസാരിച്ചല്ലോ, നിയമപരമായ കാര്യങ്ങൾ കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗത്ത് പോകും. മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധങ്ങളും ഒക്കെ മറ്റൊരു വഴിക്ക് പോകണം. ആ രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ ഈ കോറി നമുക്കിവിടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള നിലപാടാണ് ഇടതുപക്ഷം ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപരമായ തീരുമാനമെടുക്കുകയും ഭരണത്തിലില്ലാത്തപ്പോൾ രാഷ്ട്രീയപരമായ നിലപാട് പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് തന്നെയാണ്. അതിൽ ഒരു വെള്ളം ചേർക്കലുമില്ല. ആ നിലപാടിൽ ഒരു വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുകുമാരൻ മാഷാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചല്ലോ. ഏതറ്റം വരെ വേണമെങ്കിലും ഈ സമരമായി മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകും. അത് ഒരു സമരത്തിൻ്റെ തുടക്കം മാത്രമാണത്. അപ്പോൾ ആ രീതിയിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ആ സമരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളത് മാത്രമാണ് ഈ കോറി ഇവിടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകരുക എന്നുള്ളത്. അത്തരത്തിലൊരു സമരം നടക്കുമ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ സംയുക്ത സമര സമിതിയുടെ പ്രവർത്തകരും ഉൾപ്പെടെ ഉള്ളവർ പോയി കണ്ടല്ലോ. കണ്ട് കളക്ടർക്ക് കത്തയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ ഇത് പറഞ്ഞു. പക്ഷേ കളക്ടർക്ക് ഇന്നേ വരെ കത്തയച്ചിട്ടുണ്ടോ എന്നറിയില്ല. തുടർച്ചയായി 2-3 യോഗത്തിൽ ആ കത്തയച്ചോ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് ഇല്ല, അയക്കാം എന്നുള്ള നിലപാടാണ്. അപ്പോൾ കളക്ടർക്ക് ഈ അനുവദിച്ച സ്ഥലത്തല്ലാതെ ഇവർ ഖനനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് അത് അവരറിയാതെ, സർവേ നമ്പർ അറിയാതെ പൊട്ടിച്ചതാണ്, ഇനി മുതൽ അറിയുന്ന സ്ഥലത്ത് തന്നെ പൊട്ടിച്ചോളുമെന്നാണ്. അപ്പോൾ അവർ ചെയ്തത് നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണ്. അതായത് അവർക്ക് അനുവദിച്ചിട്ടില്ലാത്ത സർവേ നമ്പറിൽ പാറ പൊട്ടിച്ചു എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് അനുവദിച്ച ലൈസൻസ് റദ്ദാക്കണം സെക്രട്ടറി എന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ അത് അവരറിയാതെ പൊട്ടിച്ചാണ്, ഇനി അവർ അറിയുന്ന സ്ഥലത്തന്നെ പൊട്ടിച്ചോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിയമവിരുദ്ധമായി അവരവിടെ ഗണന നടത്തിയിരിക്കുന്നു. അവർക്ക് അനുവദിക്കാത്ത ഒരു സർവേ നമ്പറിൽ പൊട്ടിച്ചിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് അനുവദിച്ച ലൈസൻസ് റദ്ദാക്കണ്ടേ? ലൈസൻസ് കൊടുത്തത് തെറ്റി. ലൈസൻസ് കൊടുത്ത സെക്രട്ടറിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമില്ലേ? ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ പഞ്ചായത്ത് സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു. ആ സ്ഥാപനത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നാൽ ആ സ്ഥാപനം പൂട്ടാനുള്ള അധികാരം ഈ ലൈസൻസ് കൊടുത്ത ആൾക്കുണ്ടല്ലോ. അപ്പോൾ ആ അധികാരം ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ആരൊക്കെയാണ് ഈ പറഞ്ഞ ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പെടുന്ന ആളുകൾ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിലപാട് പ്രഖ്യാപിക്കുകയും പകൽ വെളിച്ചത്തിൽ തന്നെ ഈ പകൽ പോലെ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനും ആർജവമുള്ളവരാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാറുണ്ട്, കൈ ഇങ്ങനെ ഉയർത്തി പറയാറുണ്ട്, ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ പുതുക്കോട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കും മടിയിൽ ഒരു കനവുമില്ല, അതുകൊണ്ട് ഒരു ഭയവുമില്ല. അതുകൊണ്ട് നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നതിന് ഒരു തടസ്സവുമില്ല. അത് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇടതുപക്ഷം ഇനി മുന്നോട്ട് വയ്ക്കുന്ന സമരങ്ങളിൽ കരുത്ത് പകരേണ്ടതുണ്ട്. ആ സമരം വിജയിപ്പിക്കേണ്ടതുണ്ട്. ആ സമരത്തിൻ്റെ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ പ്രദേശത്ത് ഈ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോറി പൂട്ടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കൊളേക്കാട് പാലത്തിൻ്റെ അധീനം പോകുന്ന പുഴ ഉൾപ്പെടെ ഈ കരിങ്കൽ ഖനനം ഇവിടെ ഒരുപാട് കാലം തുറന്നു കഴിഞ്ഞാൽ ആ പുഴയടക്കം വഴി മാറി ഈ പറഞ്ഞ ജനവാസ മേഖലകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ സാധ്യതയില്ലായില്ല, അതിന് സാധ്യത ഉണ്ടാകാം. കാരണം ഈ കരിങ്കല്ല് പൊട്ടിക്കുന്നതോറും അവിടെ താഴും. ഇപ്പം മുകളിലുള്ള പാറയാണ് പൊട്ടിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അവർ താഴേക്ക് പൊട്ടിക്കും. താഴേക്ക് പൊട്ടിക്കുമ്പോൾ അവിടെ താഴും. തൊട്ടടുത്ത് പുഴ അടുത്താണ്, കൊളേക്കാട് പാലം അടുത്താണ്. അപ്പോൾ ആ രീതിയിൽ അവിടുന്ന് വെള്ളപ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അത് സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ അവിടെയുണ്ട്.
അപ്പോൾ ആ ആശങ്കകൾക്കിടയിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് അവരുടെയും ഇവരുടെയും ഒക്കെ തലയ്ക്ക് വെച്ച് കൈകഴുകാം എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു പ്രചാരവേല നടക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഒന്നുമല്ല. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വഴിയാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക. ഇത് ഇടതുപക്ഷത്തിന് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ല. ഇത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ ജനജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ള ഒരു ധാർമ്മികമായ സമരവും പരിപാടിയാണ്. നമ്മുടെ പ്രദേശത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു ജനജീവൽ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. അത് പ്രഖ്യാപിച്ച ഇടതുപക്ഷം അത് മുന്നോട്ട് പോകും, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ സമരത്തിൽ അണിചേരുന്നവരെല്ലാവരും അങ്ങനെ CPM ഇടതുപക്ഷം ആവുന്നതല്ല. ആ സമരം ഈ നാട്ടിലെ ജീവൽ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ അനുകൂലിക്കുന്നവർക്കെല്ലാം ആ സമരത്തിൽ കൈകോർക്കാം, ആ സമരത്തെ ശക്തിപ്പെടുത്താം. നമ്മുടെ അവിടുത്തെ ആ സമരത്തിൻ്റെ ലക്ഷ്യം ഈ കോറി പൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ കോറി പൂട്ടണമെന്ന് താല്പര്യമുള്ള, നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ഏതൊരു മനുഷ്യനും ആ സമരത്തിൽ അണിചേരുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ആ സമരം ശക്തിപ്പെടുകയും ഈ ആവശ്യം നിറവേറും മാത്രമേ ചെയ്യുള്ളൂ, മറ്റൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇവിടെ മറ്റ് പ്രചാരവേലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്രചാരവേലകളിൽ വീണു പോകരുത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനോ CPIMനോ യാതൊരുവിധ എന്താ പറയുക ഒരു തരിമ്പ് പോലും തലകുനിക്കേണ്ടി വരില്ല. ഏത് അന്വേഷണത്തിലും അല്ലെങ്കിൽ ഏത് പരിശോധനയിലും ഏത് ഓഡിറ്റിലും ഇടതുപക്ഷത്തിന് തലകുനിക്കേണ്ട ഒരു തരിമ്പ് സാഹചര്യം പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മുടെ നിലപാട് ഉറക്കെ പറയുന്നതിന് വേണ്ടി യാതൊരു മടിയും നമുക്കില്ല. അത് ഇതുകൊണ്ടാണ്, നമ്മുടെ മടിയിൽ കനവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ കോറി ഈ സമരവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാവരും പങ്കെടുക്കണമെന്നും പങ്കുചേരണമെന്നും നമ്മുടെ പ്രദേശത്തെ ഈ പരിസ്ഥിതി ഈ ആഘാതം ഉണ്ടായേക്കാവുന്ന ഈ പ്രശ്നത്തെ നിർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളിൽ ഏവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്തുകൊണ്ട് തന്നെ ഉള്ള പോരാട്ടങ്ങളിൽ അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.